ഹലോ. വാ, എന്തൊരു ടേസ്റ്റ്. അമ്മയോട് ഞാനൊരു കാര്യം പറയട്ടെ. പറ. അമ്മക്ക് ഇവിടെ തന്നെ നിന്നാൽ എന്താ പ്രശ്നം? എന്നിട്ട് ഇതുപോലെ ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കി ഞങ്ങളെ ഊട്ടണം, അത്ര തന്നെ. നീ പോയി ഏട്ടനോട് ഒരു കല്യാണം കഴിക്കാൻ പറ. അവൻ കല്യാണം കഴിക്കുമ്പോ ഒരു ചേട്ടത്തിയമ്മ ഇവിടെ വരും. അവള് മതി ഇങ്ങനെ ടേസ്റ്റി ആയിട്ട് വെച്ച് വിളമ്പാൻ. അതൊരു ഐഡിയ ആണ്, സൂപ്പർ. പക്ഷേ വർക്ക് ആവില്ലല്ലോ. അതെന്താ വർക്കാവാത്തെ? പഴയ രാധേച്ചി ഇപ്പോഴും വലിയേട്ടനെ വിട്ട് പോയിട്ടില്ല, അത് തന്നെയാ പ്രശ്നം. ഇതെന്താ മൂത്തയാളെ ഊണ് കഴിക്കാൻ വിളിച്ചില്ല ആരും? വിളിച്ചതാച്ചാ, നമ്മളോട് കഴിച്ചോളാൻ പറഞ്ഞു. ഏട്ടന് കുറച്ച് മെയിൽ അയക്കാനുണ്ടെന്ന്. നല്ല രുചിയുണ്ട്. എല്ലാ ദിവസവും വരട്ടെ ഞാനിവിടുന്ന് ആഹാരം കഴിക്കാൻ. സന്തോഷം. ഇന്നു മുതൽ എന്റെ പാത്രത്തിന്റെ ഒരു വശത്ത് എന്നും ഉണ്ടാവും മോൾക്കുള്ള ഒരു ഉരുള ചോറ്. എന്റെ കൃഷ്ണ, നീ എവിടെയാ? എങ്ങനെയാ കഴിയുന്നത്? എന്നെ ഓർക്കുന്നുണ്ടോ? വളരുമ്പോ ഒന്നിച്ച് ജീവിക്കാമെന്ന വാക്കുണ്ടായിരുന്നു നമ്മൾ തമ്മില്. സത്യം പറഞ്ഞാൽ എന്റെ സന്തോഷങ്ങളെക്കാൾ എനിക്ക് നിന്റെ സന്തോഷങ്ങൾ അറിയാനാണ് ആഗ്രഹം. പക്ഷേ നീയുള്ള സ്ഥലത്ത് എനിക്ക് വരാൻ കഴിയുന്നില്ല. സാരമില്ല, എന്റെ കുട്ടികളെ ഒരു കരക്കെത്തിച്ചിട്ട് വേണം എനിക്ക് നിന്നെ തിരഞ്ഞിറങ്ങാൻ. ആ അന്വേഷണത്തിൽ ഞാൻ നിന്നെ കണ്ടെത്തിരിക്കുമെന്നുള്ളത് ഉറപ്പാ. അപ്പോഴും എന്നെ കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ, അങ്ങനെയല്ലേ? പറ, അങ്ങനെയല്ലേന്ന്. എന്താടാ, ഊണ് കഴിക്കുന്നില്ലേ നീ? അവരൊക്കെ കഴിച്ചെഴുന്നേറ്റോ? ആരെ ഉദ്ദേശിച്ചാ നീ ഈ ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. നോക്കുമോനെ, നീ കരുതും പോലെ അച്ഛനൊരു ദുഷ്ടനൊന്നുമല്ല. ഞാൻ മനസ്സിൽ പോലും അങ്ങനൊന്നും കരുതിയില്ലമ്മേ. നീ കരുതിയാലും ഇല്ലെങ്കിലും ഒന്ന് ഞാൻ പറയാം. നിന്റെ അച്ഛന് രാധയെ ജീവനായിരുന്നു. ആ ഇഷ്ടത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അവളെ കാണാതായ അന്നു മുതല് ഓരോ ദിവസവും ഊണ് കഴിക്കുമ്പോ ഒരു ഉരുള ചോറ് രാധയെ സങ്കല്പിച്ച് മാറ്റി വെച്ചിട്ടേ നിന്റെ അച്ഛൻ ഉണ്ണാറുള്ളൂ. അതൊക്കെ വെറും നാടകമല്ലേ, നമ്മുടെ സിമ്പതി പിടിച്ചേറ്റാൻ വേണ്ടി. എനിക്ക് ഏതായാലും ഒരു ഉറപ്പുണ്ട്, രാധ ഒരു നാൾ ഞാൻ കണ്ടെത്തും. ട്രൂ ലവ് നെവർ ഫെയിൽസ് എന്നൊരു പറച്ചിലുണ്ട്. ഞാനതിൽ വിശ്വസിക്കുന്നു, അത്ര തന്നെ. നിന്റെ വിശ്വാസത്തെയൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല.
പക്ഷേ നിന്റെ അച്ഛനും ഞാനും ഒക്കെ പഴയ ആൾക്കാരാ. എത്ര ഇനി ആയുസ് ഉണ്ടാവുന്നൊന്നും അറിയില്ല. ആ ആയുസ് പോകും മുമ്പ് നിന്നെ ഒരു കുടുംബമായി കാണാൻ, നിനക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ ഞങ്ങൾ മോഹിക്കുന്നത് തെറ്റാണോ? നീ തന്നെ പറ. ഒരു തെറ്റുമില്ലമ്മേ, അത് ശരിയുമാണ്. പക്ഷെ ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, അതിനൊരല്പം കാത്തിരിക്കെ. രാധ വരൂ ഇവിടെ. രാധയെ ഞാൻ തന്നെ കണ്ടെത്തിക്കൊണ്ടുവരും, ഉറപ്പാ. അതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ എന്ന് അത് നിനക്ക് പറയാൻ പറ്റുമോ? അതാണ് ചോദ്യം. സോറി അമ്മേ, തൽക്കാലം അതിനുള്ള മറുപടി എൻ്റെ കയ്യിലില്ല. ഐ എം സോറി. ഏയ് ശരി ശരി, ഇനി ഇതിന്റെ പേരില് ഉണ്ണാതിരിക്കണ്ട. ഒരുപാട് നാളുകൂടി അമ്മ വെച്ചുണ്ടാക്കിയ ഭക്ഷണ, അത് ആറിപ്പോവും മുമ്പ് വന്ന് കഴിക്കേ. അത് കഴിഞ്ഞിട്ട് വേണേ എനിക്ക് കഴിക്കാൻ. വാ വാ, എണീക്കേ. എണീറ്റ് വാടാ. ഇത് വേണുഗോപാൽ. തൊഴിൽ കൊണ്ട് ഇയാളൊരു വക്കീല്. പക്ഷെ അടുത്ത കാലത്തൊന്നും ഒരു കോടതിയിലും ഇയാൾ എത്തിയിട്ടില്ല. ഒന്നാമത്തെ ആവശ്യം, ഇയാൾ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിരന്തരം ഇയാളെ പിന്തുടരണം. ഇയാൾ എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു, എന്തൊക്കെ സംസാരിക്കുന്നു, എല്ലാം മനസ്സിലാക്കി എനിക്ക് റിപ്പോർട്ട് തരണം. അതാണ് ഞാൻ ഏൽപ്പിക്കുന്ന മിഷൻ. ചെയ്യാം സാറേ. പറ്റിയ ഇയാളുടെ കയ്യും കാലും കെട്ടി ഇവിടെ സാറിന്റെ മുന്നിൽ കൊണ്ടുവരും ഈ എന്നൻകുട്ടി. അതിന് കൊട്ടേഷൻ ഗ്യാങ്ങിന് എക്സ്ട്രാ കാശ് ഓടിക്കേണ്ടി വരും. കാശ് വിഷയമേ അല്ല. പക്ഷേ ഇയാളല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ സ്രാവുകളെ ആകർഷിക്കാനുള്ള ഇര മാത്രമാണ് ഇയാൾ. ഇയാളിലൂടെ നിങ്ങൾ എന്റെ ശത്രുക്കളെ കണ്ടെത്തണം. അതാണ് നിങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഇവരാണ് എന്റെ മുഖ്യ ശത്രുക്കൾ. ഇതിലാ മുതിർന്ന സ്ത്രീയാണ് സുഭദ്ര. അവളിപ്പോ ജീവിച്ചിരിപ്പില്ല. മറ്റു 3 പേരാണ് നമ്മുടെ ലക്ഷ്യം. ഓ, ഇതിപ്പോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള അവരുടെ ഫോട്ടോയാ. ഇവരെ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. അല്പം കൂടുതൽ റിസ്ക് ഉള്ളൊരു ചലഞ്ചാണ്. എന്നൻകുട്ടിക്ക് തെളിയിക്കാൻ പറ്റുമോ നിങ്ങളൊരു സംഭവമാണെന്ന്? എത്ര നാൾ കൂടിയിട്ടാമേ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നേ? ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഇവന്റ്സിന് ഭക്ഷണം ഒരുക്കാൻ ഞങ്ങൾ പലരെയും വെക്കാറുണ്ട്. അപ്പോഴൊക്കെ എന്റെ മനസ്സിലുള്ള വിഷമം അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കിട്ടുന്നില്ലെന്നുള്ളതാ. അതൊക്കെ വെറുതെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, തൃപ്പങ്ങോട്ടുള്ള ഒരാളെ പാചകത്തിന് വെക്കേ. അപ്പൊ ഈ ടേസ്റ്റിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം കിട്ടും. ഞാനും അങ്ങനെ ഒരാളെ കിട്ടാൻ വെയിറ്റിംഗ് ആണെന്നേ. കിട്ടിയ അപ്പ ആ കാറ്ററിംഗ് ടീമിനെ ഞാനങ്ങ് സ്ഥിരമാക്കും. അതാണ് പ്ലാൻ. ശരി ശരി, ആയിക്കോട്ടെ. പിന്നെ ഞാനും നിന്റെ അച്ഛനും വെറുതെ നിങ്ങളെ കണ്ടിട്ട് പോവാൻ വേണ്ടി വന്നതല്ല. ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താമേ, പണത്തിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? എന്ത് വേണമെങ്കിലും ചോദിച്ചോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞങ്ങൾക്ക് എന്തിനാ മോനെ പണം? വേണ്ടത് പണമല്ല, നിന്റെ കല്യാണമാ. അമ്മേ, ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ? പറഞ്ഞു. ഒപ്പം നീ ഇതുകൂടി കേക്ക്. നമ്മുടെ തൃപ്പങ്ങോട്ട് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ശ്രീധര മാസ്റ്റർ ഓർമ്മയുണ്ടോ നിനക്ക്? ആ, എന്റെ പഴയ കണക്ക് മാഷ്. മാഷൻ തോറ്റി. മാഷിനൊരു മോളുണ്ട്, സിന്ധു. ബാങ്കിലാ. മാഷ് അവളുടെ കല്യാണ ആലോചനയും കൊണ്ട് നിന്റെ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നു. എനിക്കറിയാം, നല്ല കുട്ടിയാ. നിനക്ക് നല്ല ചേർച്ചയായിരിക്കും. ഏയ് വേണ്ടമ്മേ, അത് നടക്കില്ല. തൽക്കാലം എന്തെങ്കിലും പറഞ്ഞ് മാഷിനെ ഒഴിവാക്കാൻ അമ്മ അച്ഛനോട് പറ. ശരി,
അത് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറ. കുറെ നാളായില്ല ഈ ആവശ്യം പറഞ്ഞ് ഞങ്ങൾ പുറകെ നടക്കുന്നു. എന്റെ മനസ്സിൽ ആരാണെന്നുള്ളത് അമ്മയ്ക്കറിയാലോ. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് രാധയ്ക്കൊപ്പം ആയിരിക്കും. അത് പണ്ട് ഉറപ്പിച്ച കാര്യമാണ്. നോക്ക് കൃഷ്ണ, നീ രാധയും ചേരണമെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് ഞാനും നിന്റെ അച്ഛനുമാ. പക്ഷെ അവളെക്കുറിച്ച് നമുക്കിപ്പൊന്നും അറിയില്ല. ഇനി അഥവാ അവൾ ഏതെങ്കിലും ലോകത്തുണ്ടെങ്കിൽ തന്നെ അവള് വരാതിരിക്കോ? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇല്ലമ്മേ, രാധ മരിച്ചിട്ടൊന്നുമില്ല. എന്റെ മനസ്സ് എപ്പോഴും പറയുന്ന ഒരു സത്യം അത്. ഏതോ മറവിൽ നിന്ന് പുറത്തു വന്ന് എന്നെ തേടി അവൾ എത്തും. ആ വരവിനായി ഞാൻ കാത്തിരുന്നേ തീരൂ. അതിനാണ് ഈ വെയിറ്റിംഗ്. രാധയ്ക്ക് പകരം മറ്റൊരു പെണ്ണിന്റെ പേര് പറഞ്ഞ് ഇനിയെങ്കിലും അമ്മ എന്റെ അടുത്ത് വരരുത്. എന്റെ മനസ്സിലും എന്റെ ജീവിതത്തിലും രാധയല്ലാതെ മറ്റൊരു പെണ്ണില്ല. എന്നെ നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. എന്താ രുക്മിണി, മതിയായില്ലേ നിനക്ക്? കല്യാണക്കാര്യം പറയാനായിട്ട് ഇതുവരെ വരണ്ടാന്ന് നിന്നോട് പലതവണ പറഞ്ഞല്ലേ? അപ്പോ നിനക്ക് ഒരേ നിർബന്ധം, നീ വന്ന് പറഞ്ഞാ നിന്റെ മകന്റെ മനസ്സ് അലിഞ്ഞു പോകുന്നു. ഇപ്പോ മകന്റെ മറുപടി കേട്ടല്ലോ. മതിയായി എനിക്ക്. തന്തയും തള്ളയും പറയുന്ന അനുസരിക്കാൻ മനസ്സില്ലാത്ത മക്കളുടെ കൂടെ താമസിക്കാൻ എനിക്ക് മനസ്സില്ല. ഉടൻ തന്നെ പുറപ്പെടണം. പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് റെഡിയായിക്കോ. നമ്മൾ തൃപ്പങ്കോട്ടേക്ക് മടങ്ങുക ഉടൻ തന്നെ. അതെ, ജിലേബിയും ബോളിയും ഉണ്ണിയപ്പവും ഇതിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം കുറച്ചു മതി. നീയും ഇതെല്ലാം കണ്ടെയ്നറിലാക്കി ഇതിൽ വെച്ചേക്ക്. ദാ. അല്ല അഞ്ജലി, അവര് പലഹാരം ഉണ്ടാക്കാനുള്ള കോൺട്രാക്ട് മാത്രമാണോ നമുക്ക് തരുന്നത്? ഏയ് അല്ലല്ലോ, അവര് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം വേണമെന്നാ പറഞ്ഞ്. അല്ല, നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, അവര് പലഹാരത്തിന്റെ സാമ്പിള് മാത്രം ആവശ്യപ്പെട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. അതിപ്പോ പലഹാരം കഴിച്ച് ഇഷ്ടപ്പെടുമ്പോ ബാക്കിയുള്ളതിന്റെ സാമ്പിളും കൂടി ചോദിക്കുമായിരിക്കും. ഈ കൊണ്ടുപോകുന്നത് അവർക്ക് ഇഷ്ടമാകുമോ എന്നുള്ളതാണ് പ്രശ്നം. അവർക്ക് ഇഷ്ടമാവും സീതമ്മേ. ഇവിടെ ബേക്കറികളിൽ നിന്ന് വാങ്ങുന്നതിന്റെ ഒക്കെ രുചി സീതമ്മയ്ക്ക് അറിഞ്ഞൂടെ? ആ, അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാ നമ്മുടെ ഈ പലഹാരങ്ങള്. അതെ അതെ, ഇതൊക്കെ ഉണ്ടാക്കാനും ക്വാളിറ്റി സാധനങ്ങളല്ലേ നമ്മൾ വാങ്ങുന്നേ. ശർക്കര ആയാലും എണ്ണ ആയാലും മാവായാലും ഫസ്റ്റ് ക്ലാസ് സാധനങ്ങളല്ലേ. ഞാനത് അവരോട് പറയും. അത് സാമ്പിൾ കൊടുക്കുമ്പോ മാത്രമല്ല, സാധനം ബൾക്കായിട്ട് കൊടുക്കുമ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യും. അതെ അതെ, അത് പ്രത്യേകം നീ പറയണം. ഈ സാമ്പിള് കഴിക്കുന്നത് 1-2 പേരല്ലേ, പന്തിയിൽ കഴിക്കാൻ വരുന്നത് 500-1000 പേരായിരിക്കും. അവരുടെ വാക്കിനാണ് വലിയ വില. കറക്റ്റ്. പന്തിയിൽ കഴിച്ച 10 ആൾക്കാര് നല്ല ഭക്ഷണമെന്ന് പറഞ്ഞാ മതി, 10 ബുക്കിംഗ് നമുക്ക് കൂടുതൽ കിട്ടും. പിന്നെ അതുകൊണ്ട് എപ്പോ കൊടുത്താലും നല്ല ഭക്ഷണം മാത്രമേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കൂന്ന് ഞാൻ പറയും. ഫുഡിന്റെ കാര്യത്തില് ഒരു കോംപ്രമൈസും നമുക്കില്ല. അതെ അതെ, അങ്ങനെ തന്നെയാ. അല്ല, നീ ഈ ഐറ്റംസ് ഒക്കെ ഇപ്പൊ എങ്ങോട്ടാ കൊണ്ടുകൊടുക്കാൻ പോകുന്നേ? അയ്യോ, അത് ചോദിച്ചില്ല. ആഹാ, ഇപ്പൊ ചോദിക്കാം. തുളസി, നീ എന്റെ ഫോൺ എവിടെയാ വെച്ചിരിക്കുന്നേ? ദാ അവിടെ. എന്റെ കൃഷ്ണഭഗവാനെ, ഓർമ്മ വെച്ച നാളു മുതൽ നിന്നെ പ്രാർത്ഥിച്ച് നിന്റെ മുന്നിൽ കുമ്പിട്ട് വളർന്നവനാ എന്റെ മകൻ. അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ രാധ മാത്രമാണുള്ളത്. നിന്റെ അമ്പലമുറ്റത്ത് കളിച്ചു വളർന്ന ആ പെങ്കൊച്ച് ഇന്നിപ്പോ ഉണ്ടോ ഇല്ലയോന്ന് പോലും ആർക്കും അറിയില്ല. എല്ലാം അറിയുന്ന നിനക്കത് അറിയാമെങ്കിൽ ഈ ഭൂലോകത്ത് എവിടെയെങ്കിലും അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവളെ
നീ തന്നെ എൻ്റെ മകൻ്റെ മുമ്പിലെത്തിക്കാനുള്ള കരുണ കാണിക്കണം. അവളെ കണ്ടെത്തിയാൽ മാത്രമേ അവൻ്റെ മനോവിഷവുമെല്ലാം മാറൂ. അതോടെ അവനിങ്ങനെ ഒറ്റാന്തടിയായി കഴിയുന്നതിലുള്ള ഞങ്ങളുടെ വിഷമവും അവസാനിക്കും. എന്തായി? എടുക്കുന്നില്ല. ഒരു തവണ കൂടി വിളിച്ചു നോക്ക്. ആ ഇത് വീണ്ടും വീണ്ടും അടിക്കാണല്ലോ ഭഗവാനെ. ഹലോ. ആ ഹലോ, ഇത് അഞ്ജലിയാ. അമ്മ ഇവന്റ്സിന്റെ കാറ്ററിംഗ് കോൺട്രാക്ടിന് വേണ്ടി സംസാരിച്ചിരുന്നു. അവിടെ പ്രൊപ്പറേറ്റർ മിസ്റ്റർ പ്രസാദിന് കൊടുക്കാനുള്ള ഫുഡ് സാമ്പിൾസ് റെഡിയാണ്. അത് എവിടെ കൊണ്ടുവന്ന് തരണോന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ആ ഒന്ന് ഹോൾഡ് ചെയ്യും. പുഷ്പ, പുഷ്പ. ഓ, ഞാനിവിടെ ഉണ്ടേ. കാറ്ററിംഗ് നടത്തുന്ന ഏതോ അഞ്ജലിയെ സംസാരിക്കും. ഹലോ അഞ്ജലി, പറഞ്ഞാട്ടെ. പലഹാരങ്ങളുടെ സാമ്പിൾസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞായിരുന്നില്ലേ? ആ, ഞങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡിയാണ്. എവിടെയാണ് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞില്ല ഇതുവരെ. ആ, അതിവിടെ പ്രസാദിന്റെ ഓഫീസും വീടും ഒരേ ബിൽഡിംഗിൽ തന്നെയാണ്. ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ശരി, അങ്ങോട്ട് വരാം. പക്ഷേ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞില്ല. ഓ, അത് പറയാം. കോളേജ് ജംഗ്ഷനിൽ നിന്ന് MG റോഡിലേക്കുള്ള റോഡ് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെഫ്റ്റ്. അവിടെ GK നഗറിൽ 38-ാം നമ്പർ വീട്. ആ ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം. വന്നാ മതി. പ്രസാദ് ഇവിടെ തന്നെ ഉണ്ട്. നേരിട്ട് കാണാം. ആ ശരി. ആ ശരി. എന്തായി? അഡ്രസ് പറഞ്ഞു തന്നു. ഉടൻ ചെല്ലാൻ. ആണോ? എന്നാ പിന്നെ മോള് സമയം കളയണ്ട, പെട്ടെന്ന് ചെല്ലേ. തുളസി, ആ സാധനം എടുത്തോ. ഇതാ, പോയിട്ട് വാ. മോളെ ഒന്ന് നിന്നേ. എന്തോ എന്റെ മനസ്സ് പറയുന്നു, ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന്. പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ. ഈ പ്രസാദുമായിട്ടുള്ള ബന്ധം നന്നായിട്ടാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് അതൊരു വലിയ വളർച്ചയായിരിക്കും. അറിയാൻ സീതമ്മേ, അതാ ഞാനും ആലോചിക്കുന്നത്. ഈ അമ്മ ഇവന്റ്സുമായിട്ടൊരു ധാരണയിലെത്തിയാ നമ്മൾ രക്ഷപ്പെട്ടു. നിരന്തരം വർക്ക് കിട്ടും. പക്ഷേ ഈ പ്രസാദിന്റെ സ്വഭാവം എങ്ങനെ ഇരിക്കുമെന്നായ എന്റെ ഒരു ടെൻഷൻ. 1-2 പേര് പറഞ്ഞു കേട്ടത് ആളൊരു അറഗന്റ് ആണെന്നോ. വെട്ടൊന്ന് മുറി രണ്ടെന്ന് പറഞ്ഞു നിന്നാ ആളുകളുടെ അടുത്ത് ഇടപെടാൻ പറ്റുമോ? പറ്റണം നമുക്ക്. ഈ വെട്ടൊന്ന് മുറി 2 മനസ്സിൽ വളരെ നല്ലവരാണെന്ന എന്റെ ഒരു അഭിപ്രായം. അവർക്കൊരു കാഴ്ചപ്പാടും നിശ്ചയദാർഢ്യവും ഒക്കെ കാണും. അത് മനസ്സിലാക്കി പെരുമാറിയാൽ മതി. പിന്നെ ആ കൂട്ട് എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒന്നും അറിഞ്ഞൂടാ. ആദ്യം ആളാരാണെന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം കൂട്ടുകൂടണോ മാറിപ്പോണോന്നൊക്കെ. അപ്പൊ പോയിട്ട് വരാം. ശരി. എന്റെ ദൈവമേ, ഇവർക്ക് ആ പ്രസാദനെ കാണുമ്പോ ഇഷ്ടപ്പെടണേ. എന്നാലേ ഇനി മുന്നോട്ട് പോകാനാവും. എന്താ കുട്ടി നാരായമേ, വല്ലതും നടക്കൂ? എന്തു പറയുന്നു? നടക്കല്ല, ഓടും, ഓട്ടിക്കും ഞാൻ. പക്ഷെ സാറേ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോഴേ അതിനതിൻ്റെതായ കീഴ്വഴക്കങ്ങളും നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. സാറിനത് അറിയില്ലെങ്കിലേ ബാസി ഒന്ന് പറഞ്ഞു പറഞ്ഞ അങ്ങോട്ട്. സാറിന് അറിയാത്തൊന്നും എനിക്ക് പറഞ്ഞുകൂടാ. ഇയാളെന്തിനാ എല്ലാം കൂടെ എന്റെ മേലിച്ചായിരുന്നേ?
കുട്ടിയെ ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തതേ നീ ഇടപെട്ടിട്ടാ, അതുകൊണ്ടാ. മതി മതി, തനിക്ക് കിട്ടാനുള്ളത് കിട്ടും. ഇതാ, ഇത് അഡ്വാൻസ്. ഞാൻ ഉദ്ദേശിക്കുന്ന മട്ടിൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയാൽ ബാക്കി അപ്പോ. ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. അയ്യോ, ഞാൻ മുമ്പേ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ പെൺകുട്ടികളുടെ പടം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാ. ഇപ്പൊ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ശരിയായ വഴി ആ കൊച്ചു വക്കീലിനെ കണ്ടെത്തി അയാള് വഴി വേണം ഇവരിലേക്ക് എത്താൻ. അത് സാറ് ഒന്നുകൊണ്ട് വ്യസനിക്കണ്ടേ. ഇനി ഇവളുമാരെ ഇവനെയും ഈ ഞാൻ കണ്ടുപിടിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അല്ലെങ്കിൽ ഈ കതറുമുണ്ടി തൂങ്ങിച്ചാവും ഞാൻ. അത് എന്നൻ കുട്ടിയുടെ വാക്കാ. വരട്ടെ.